ഹായ്. അപ്പോൾ ഇന്ന് ഈ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജം ഊറ്റി കുടിക്കുന്ന വാമ്പയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഓൺലൈനിലും മറ്റുമൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ ഒരു അനുഭവം ഉണ്ടായിരിക്കും. എന്താണ്, നമ്മൾക്ക് ചില ആളുകളോട് ഇടപഴകി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായി ടയേർഡായതുപോലെ തോന്നും. നമ്മുടെ ഊർജ്ജം ഒരുപാട് അങ്ങ് വറ്റിപ്പോയതുപോലെ തോന്നും. നമുക്ക് ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ വന്നിട്ട് നമ്മുടെ ഊർജ്ജം ഇങ്ങനെ ഊർജ്ജം പോകുന്ന രക്തരക്ഷസുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ എപ്പോഴും വീഡിയോസിലെല്ലാം പറയാറുള്ളത് ഇതെല്ലാം ബോധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അവയർനെസ്സുമായി ബന്ധപ്പെട്ടിരിക്കും. എനിക്കൊന്ന് കുഞ്ഞിലെയൊക്കെ നമ്മുടെ അമ്മമാർ നമ്മൾ ദൂരെയൊക്കെ യാത്ര ചെയ്ത് തളർന്നു വരുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു നാണയോ അല്ലെങ്കിൽ എന്താ പറയുക മുളകോ കടുവോ എന്തൊക്കെ എടുത്ത് ഇങ്ങനെ കുഴിഞ്ഞിട്ട് അടുപ്പിൽ കൊണ്ടിടും. നമുക്ക് വീണ കണ്ണ് പോകാനെന്നൊക്കെ പറയും. ഈ കണ്ണ് ദൃഷ്ടിദോഷം ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അതിനെ പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളുടെ ഊർജ്ജം, അവരുടെ ദൃഷ്ടി, അവരുടെ ശക്തി, ഇതിനൊക്കെ എന്ത് പവറുണ്ടോ ഇല്ലേ എന്നുള്ള എല്ലായിടത്തെ വിഷയം. നിങ്ങൾക്ക് എന്ത് ശക്തിയുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം അവയർനെസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതായത് നിങ്ങൾ ഒരാളുമായി ഇടപഴകുമ്പോൾ ആ ആളുടെ ദൃഷ്ടി നിങ്ങൾക്ക് വീണു, അതുകൊണ്ട് എനിക്കെന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനത് വീണു, അതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വില്ലിൻ്റെ പവർ, ഇതാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരിൽ നിന്ന് മാത്രമല്ല, മൃഗങ്ങളിൽ നിന്ന് സംഭവിക്കാം. അതുപോലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ സംഭവിക്കാം. ആ സ്ഥലം ഒരു നശിച്ച സ്ഥലമാണ്, അവിടെ ഇരുന്നാൽ ഒരു നന്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ ആ താമസിച്ച വീട് ഒരു നശിച്ച വീടാണ്, ആ വീട്ടിൽ താമസിച്ചതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായത്, ആ വീട് ശരിയല്ല, ആ വീടിന് എന്തോ ദോഷമുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അവയർനെസ്സും നമ്മുടെ ബോധവുമാണ് ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ നശിച്ച വീട്, ദോഷമുള്ള വീട് എന്ന് പറയുന്ന, ചിലർ തള്ളിക്കളഞ്ഞ വീട്ടിൽ താമസിക്കുമ്പോൾ വേറൊരാൾക്ക് മഹാഭാഗ്യമായിരിക്കും ഉണ്ടാകുന്നത്. അയാളുടെ ജീവിതത്തിലെ ബെസ്റ്റ് ടൈം ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ബേസിക്കലി ഞാൻ പറയും, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അവയർനെസ്സിൽ, നിങ്ങളുടെ ബോധത്തിൽ നിങ്ങൾക്ക് ആ വീട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയാൽ അത് നല്ലതാണ്. അതിനെ ദോഷമാക്കി മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഇപ്പോൾ ഇതിന് എതിരായിട്ട് കുറേ പൂജ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പൂജയ്ക്കും മറ്റൊക്കെ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം ഈ പൂജ നിങ്ങൾ ചെയ്യുമ്പോൾ ആ പൂജ കൊണ്ട് അതിൻ്റെ എല്ലാ ദോഷവും മാറി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ചേഞ്ച് നിങ്ങളിലുണ്ടായാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്നാൽ ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ, നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പൂജ ഇനി എത്ര യാഗങ്ങൾ നടത്തിയാൽ പോലും ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. സ്റ്റിൽ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശുദ്ധമായ ബോധം, നമ്മുടെ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു അവയർനെസ്, ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മുടെ ജീവിതം, നമ്മുടെ ഞാനെന്ന് പറയുന്ന ഭാവം, ഇതെല്ലാം കൂടി കലർന്നതാണ് നമ്മുടെ ലൈഫ്. ബേസിക്കലി ശുദ്ധമായ ബോധത്തിൽ എനർജി ഉണ്ട്. പ്യുവർ എനർജിയാണ് അവിടെ ഉള്ളത്. ഈ എനർജിയിൽ നല്ല എനർജി, ചീത്ത എനർജി, അങ്ങനെ ഒരു സാധനമില്ല. എനർജി എന്ന് പറയുന്ന ഒരൊറ്റ വസ്തുവാണ്. അതായത് പൂർണ്ണമായ ഊർജം. ഈ ശുദ്ധമായ ബോധം മുഴുവൻ ഒരു എനർജി ആയിട്ട് നിങ്ങളിപ്പോൾ സങ്കല്പിക്കുക, കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എനർജി മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജിയിൽ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. നമ്മുടെ ഇപ്പം എല്ലാം നല്ലത് ചീത്ത എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മളാണ്. അതിന് എത്രത്തോളം സൈക്കിക് എബിലിറ്റി ഇത് സംഭവിക്കണമെങ്കിൽ, സൈക്കിക് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതെല്ലാം നമ്മുടെ സൈക്കോളജിക്കൽ വേരിയേഷൻസും മൂവ്മെൻറ്റ്സും പോലെ ഇരിക്കും. നിങ്ങൾ അല്പമെങ്കിലും ഒരു സൈക്കിക് എബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു ഒരു മോശമാണെന്ന് നിങ്ങൾ വിചാരിച്ചത് അത് ഭയങ്കര മോശമായി തീരും. അത് നല്ലതാണെന്ന് വിചാരിച്ചത് വളരെ നല്ലതായി തീരും. നമുക്ക് ഒരു കല്ലെടുത്ത് ഒരു പാറയുടെ മുകളിൽ വെച്ചിട്ട് അതിനൊരു കല്ലായി കാണുന്നവൻ അതിനെ കല്ലായി തന്നെ കാണാം. അതേസമയം അത് ശിവന്റെ അംശമാണ്, ദൈവമാണെന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് അത് ദൈവം തന്നെയാണ്. അദ്ദേഹം അതിൽ വിശ്വസിച്ച് എന്ത് ചെയ്താലും വലിച്ചെന്നിരിക്കും. അല്ല, അതാ ഒരു വില്ലിൻ്റെ മൂവ്മെൻ്റ് ആണ്. അല്ലാതെ നമുക്കെതിരെ വേറൊരാൾക്കും, ഇപ്പം ചില ആളുകളെ പറ്റി ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി പരിചയം ഒരാളെങ്കിലും ഉണ്ടായിരിക്കാതിരിക്കാൻ സാധ്യതയില്ല. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കാണുന്നുണ്ടല്ലോ. സോ ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതായത് എപ്പോഴും എന്തിനു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളെ കുറ്റം പറയും. ഇത് നിങ്ങളൊരു പുതിയ ഡ്രസ്സ് ഇട്ട് വന്നാൽ ഇത് കൊള്ളുകളയാ, അല്ലെങ്കിൽ ഇത് നല്ലതല്ല, അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ ചെയ്യാത്തത്,
നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ അവർക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുറ്റം പറയും. ഇതൊരു മൈന്യൂട്ട് ലെവലാണ്. ഇതിൻ്റെ എക്സ്ട്രീം ലെവലുണ്ട്. ചില വീടുകളിൽ തന്നെ ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പാരൻസ് കുട്ടികളെ വല്ലാതെ അങ്ങ് മെൻ്റലി ടോർച്ചർ ചെയ്യും. അവരെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരു കാര്യമില്ലാതെ, അത് വളരെ വൾഗറായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അത് പിന്നീട് അങ്ങോട്ടുള്ള ആ കുട്ടിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സൈക്കോളജിക്കലി അഫക്റ്റ് ചെയ്യുന്നതിന് പുറമെ നമ്മുടെ സ്പിരിച്വൽ ലെവലും ഭയങ്കരമായി അഫക്റ്റ് ചെയ്യും. നമ്മുടെ ആത്മീയ പുരോഗതിയെയും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഊർജ്ജത്തിൻ്റെ ലെവലിനെയൊക്കെ അടിച്ചമർത്താൻ ഈ വാക്കുകൾക്ക് സാധിക്കും. അതിൻ്റെ പ്രധാന കാരണം നമ്മളതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് രമണ മഹർഷിയെ പോലെ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരാൾ പോയി ഇങ്ങനെ ഇഷ്ടം പോലെ കുറ്റം പറഞ്ഞാൽ, അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ സാധിക്കും. പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അദ്ദേഹത്തിനെ ഒരു തരത്തിലും ബാധിക്കില്ല. അദ്ദേഹം അത് വളരെ അദ്ദേഹത്തിൻ്റെ അവയർനെസ്, അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ ബോധത്തിൽ അതിങ്ങനെ വീണ് പൊങ്ങി താഴ്ന്ന് അങ്ങനെ അങ്ങ് ഒഴുകി പോവുകയാണ് ആ ഒഴുക്കിൽ. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഞാനെന്ന് പറയുന്ന ഭാവമില്ലാത്തത് കൊണ്ട് അതിനത് ബാധിക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ആ പ്യുവർ എനർജി ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കും. ഇരിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. അത് പിന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം മോശം കാര്യങ്ങൾ ആളുകൾ പറഞ്ഞാലും, എത്രത്തോളം ദൃഷ്ടിയോ കണ്ണോ അസൂയോ ഒക്കെ ആൾക്കാർക്ക് നിങ്ങളോട് ഉണ്ടായാലും, ഇതൊന്നും നിങ്ങളെ യാതൊരു തരത്തിലും നെഗറ്റീവായി ബാധിക്കില്ല. ഇനി നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം മറ്റുള്ളവരെ പറ്റിയാണ്. ഇനി നമ്മളെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾ ആളുകളെ പറ്റി ഗോസിപ്പ് പറയാറുണ്ടോ? ആളുകളെ പറ്റി കുറ്റം പറയാറുണ്ടോ? നിങ്ങൾ സ്വയം പറയാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ മോശം വ്യക്തി അല്ലെങ്കിൽ ആ ഊർജ്ജം സക്രിയമായിട്ട് ഈ പറയുന്ന ആൾ നിങ്ങളാണ്, അത് മറ്റൊരാളല്ല. മറ്റുള്ളവരെ നന്നാക്കാനും മറ്റുള്ളവരെ ശരിയാക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ എപ്പോഴും റെഡിയാണ്. എന്നാൽ സ്വയം വാലിഡേറ്റ് ചെയ്യാനും സ്വയം നന്നാവാനും സ്വയം എന്താ പറയുക, ഒരു നന്മയുടെ ഒരു പ്രതിരൂപമായിട്ട് മാറാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സിനിമ കാണുമ്പോൾ സ്വാഭാവികമായും ആ സിനിമയെ സ്റ്റൈലിഷായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വില്ലനാണെങ്കിൽ ആ വില്ലനോടായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത്. പല സിനിമയിലെ വില്ലന്മാർക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്. കാരണം നന്മ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഇന്ന് വിലയില്ല. എല്ലാവർക്കും ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റൈലിഷ്നെസ്, ആ ഒരു ഗ്ലാമർനെസ്, ആ ഒരു മൊറാലിറ്റിയെ ബ്രേക്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അതൊരു തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്ഥായിയായ തെറ്റും ശരിയൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ശരിയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കത് ശരിയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശരി തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം അത് തെറ്റാണെന്ന്, എന്നാലും ഞാനത് ചെയ്യും കാരണം എനിക്കിത് ആവശ്യമുണ്ട്. അതൊരു വലിയ തെറ്റാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും. നിങ്ങളുടെ ബോധത്തിൻ്റെ ലെവൽസ് കുറയ്ക്കും, നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവൽ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവരെ കണ്ണ് വീഴുന്നുണ്ടോ മരുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ കണ്ണ് നല്ലതാണോ നോക്കണം. നമ്മുടെ കണ്ണിൽ നമ്മളൊരാളെ നോക്കുമ്പോൾ അയാൾ അസൂയയോടുകൂടിയാണോ കാണുന്നത്? നമുക്ക് അയാളോട് ദുഷ്യമ്പുണ്ടോ? നമ്മൾ അയാളെ പറ്റി ഗോസിപ്പ് പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. അവിടെയാണ് ഒരു പ്യുവർ എനർജി ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുകളിൽ ഒരാൾക്കും ഒരു കണ്ണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആന്തരികമല്ല, നിങ്ങളുടെ ശക്തിയാണ് ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വളരെ മോശം കാര്യങ്ങളാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, വളരെ മോശം ഊർജ്ജമാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ മിസറബിൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ചിലപ്പോൾ പ്ലഷർ ഉണ്ടാവും, ഒരു സുഖം ഈ ഒരു ഗോസിപ്പ് പറയുന്ന സമയത്തുണ്ടാവാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. പിന്നെ നിങ്ങളടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആളുകൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഉള്ള സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങളുടെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ ആളുകൾക്ക് വളരെ ട്രെയിനിങ്ങും വളരെ ഫക്ഡപ്പും ആയിട്ട് തോന്നും. ഈ എന്താ പറയുക, നമ്മുടെ ഈ എന്നല്ലോ, ഇപ്പം നിങ്ങൾക്കൊരാളുടെ അടുത്തുനിന്ന് വരുമ്പോൾ ഇനി ഒരു വലിയ ഊർജ്ജത്തിൻ്റെ ഒരു ബൂസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ, ഒരു നല്ലൊരു എനർജിയാണ് കിട്ടുന്നതെങ്കിൽ, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തത് കൊണ്ടോ വളരെ ശാന്തമായ ഒരു മനസ്സുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഒരു ബോധോദയം നേടിയ വ്യക്തി ആയതുകൊണ്ടും ആവാം. ഈ സത്സംഗം എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ മഹത്വത്തെപ്പറ്റി ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട് പുരാണങ്ങളിലൊക്കെ. സത്സംഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സെൽഫിനെ റിയലൈസ് ചെയ്ത അല്ലെങ്കിൽ ശുദ്ധമായ ബോധത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സമയം ചെലവഴിക്കുന്നതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. ഈ രമണ മഹർഷി 14 വർഷത്തോളം ഒരു വാക്കുപോലും സംസാരിക്കാതെ ഒരു മലയുടെ ചുവട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവർക്കാർക്കും അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം ആരാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് അവരെ അറിയില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുകയും അവരൊക്കെ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന് ദൈവത്തെ പോലെ കണ്ടു. അതിൻ്റെ കാരണം സിമ്പിളാണ്. അദ്ദേഹം ആ ഒരു ശുദ്ധമായ ബോധത്തിൽ ഇരുന്നപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധിച്ചു. അവർക്ക് അതുകൊണ്ട് സമാധാനം കിട്ടി. അവരുടെ മനസ്സിൻ്റെയും ഓട്ടവും ആ ഒരു ബഹളവും ഒക്കെ നിലയ്ക്കുകയും അവർക്കും സമാധാനത്തിൻ്റെ ആ ഒരു വിത്തുകൾ അവരുടെ ഉള്ളിൽ മുളയ്ക്കുകയും ചെയ്തത് കൊണ്ടാണ് അവരെല്ലാവരും അങ്ങനെ ഇരുന്നത്. ഇത് ഓഷോയുടെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ ഓഷോ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഓഷോ എന്നല്ല, പല സ്പിരിച്വൽ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ആളുകളെ ഒഴുകി എത്തുന്നതിൻ്റെ കാരണം ഇതാണ്. അവരുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, സമാധാനം. ഇത് മറ്റ് ലഹരികൾക്കോ മറ്റ് സുഖമുണ്ടാക്കുന്ന ആക്ടിവിറ്റീസിനോ ഒന്നും തരാൻ കഴിയില്ല. അതിനേക്കാളും അപ്പുറത്തൊക്കെ ശരിക്കും ചിന്തയില്ലാത്തൊരവസ്ഥയാണ് അൾട്ടിമേറ്റ്ലി ഉള്ളൊരു സംഭവം. അതിനെ വാക്കുകളോട് പറഞ്ഞ് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ അത്തരം ആളുകളോട് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് നല്ലതുമാണ്. പക്ഷെ നമ്മൾ സ്വയം അങ്ങനെ ആവാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ പിറകിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. പറയും നമ്മൾ ഇത് ഇന്ന ആൾ റിയലൈസ്ഡ് ആണ്, അപ്പോൾ അയാളുടെ അടുത്ത് പോയി സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ അയാൾ റിയലൈസ്ഡ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അയാളുടെ ഉള്ളിൽ ഭയങ്കരമായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മളെ അഫക്റ്റ് ചെയ്തെന്നിരിക്കുക ചിലപ്പോൾ. കാരണം ആരാണ് എൻലൈറ്റൻഡ് എന്ന് അല്ലെങ്കിൽ ബോധോദയം നേടിയതെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ ഒരു ബോധോദയം നേടിയ മനുഷ്യന് സാധിച്ചെന്നിരിക്കാം. എന്നാൽ ഒരു സാധാരണക്കാരന് അത് സാധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വന്നു പോകുന്നൊരു പിച്ചക്കാരൻ ഒരു ബോധോദയം നേടിയ വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന നിങ്ങളുടെ നാട്ടിലൊരു രാഷ്ട്രീയ നേതാവ് ബോധോദയം നേടിയ വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് കർമ്മം ചെയ്യണം. ആ കർമ്മം വെച്ചാണ് നമ്മൾ വിലയിരുത്തുന്നത്. യാഥാർത്ഥ്യം നമുക്കറിയില്ല. സോ ഇത്തരം കൺഫ്യൂഷൻസും ഓട്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബേസിക്കലി ചെയ്യേണ്ടത് നമ്മൾ സ്വയം ഈ ശുദ്ധമായ ഒരു ബോധത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉള്ളിലെ ഇന്റേണൽ ആന്തരികമായ പിടിവലികൾ, ഈ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കുക. അത്രമാത്രം ചെയ്താൽ മതി. വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും സമാധാനവും ശാന്തതയും ഉണ്ടായിരിക്കണം. ഒന്നിനോടും ആവശ്യത്തിൽ കവിഞ്ഞ അറ്റാച്ച്മെൻറ്റോ താല്പര്യമോ എന്താ പറയുക ഒരു അഡിക്ഷനോ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന വ്യക്തികൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശുദ്ധമായ ബോധത്തിലിരിക്കുകയും നിങ്ങളത് വളരെ പോസിറ്റീവായി കാണുകയും നിങ്ങളെ യാതൊരു തരത്തിലും അത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുമായി വീണ്ടും ഇടപഴകുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. കാരണം ചില ആളുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ അച്ഛനായിരിക്കാം, നമ്മുടെ അമ്മയായിരിക്കാം ഇത്തരം കാര്യങ്ങൾ നമ്മളോട് ചെയ്യുന്ന വ്യക്തികൾ. അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അവരെ ഒഴിവാക്കാൻ സാധിച്ചെന്നിരിക്കില്ല. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സംസാരം അല്ലെങ്കിൽ പെരുമാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യം നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മാനസികമായി അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു താല്പര്യം, ഒരു ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ അദ്ദേഹത്തെ ടോളറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഒഴിവാക്കി വിടുക ജീവിതത്തിൽ. അല്ല, ഒന്നിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിയില്ലെന്നുണ്ടെങ്കിൽ അയാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ആത്മീയ പുരോഗതിയെ നല്ലപോലെ ബാധിക്കും. നിങ്ങളുടെ ആത്മീയ പുരോഗതിയെക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സമാധാനമാണ്. നിങ്ങളുടെ സമാധാനത്തെ നല്ലപോലെ ബാധിക്കും. സമാധാനമില്ലാത്തൊരു മനുഷ്യന് വേറെ എന്തുണ്ടായിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കുക, ബോധത്തോടുകൂടി ഇരിക്കുക, ഇതെങ്ങനെ ഇരിക്കണം, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബോധമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അതായത് നിങ്ങളുടെ അവയർനെസ്സിന് ഒരു പവറുണ്ട്. നിങ്ങളുടെ അവയർനെസ് എത്രത്തോളം വലുതാണ്. നിങ്ങൾ ഓരോ ദിവസവും കുറേശ്ശെ അവെയർ ആവും തോറും ഓരോ നിമിഷത്തിൽ നിങ്ങളുടെ അവയർനെസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയർനെസ് ഇൻഫിനിറ്റിയാണ്. അതിൻ്റെ ഊർജ്ജത്തിന് പരിധികളില്ല. അപ്പം നിങ്ങളുടെ അവയർനെസ് റൈസ് ചെയ്യുന്നിടത്തോളം നിങ്ങളുടെ ചുറ്റിനും നല്ല കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ. നിങ്ങളോട് ആളുകൾ പെരുമാറുന്ന നല്ല രീതിയിലായിരിക്കും. നിങ്ങളോട് ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. നിങ്ങളെപ്പറ്റി കുറ്റം പറയാനോ നിങ്ങളടുത്ത് വന്ന് മോശമായി സംസാരിക്കാനോ ആളുകൾക്ക് തോന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അവയർനെസ് വളരെ ഇനേറ്റായിട്ട് എന്താ പറയുക, നിങ്ങളുടെ അവയർനെസ് ഇങ്ങനെ റൈസ് ചെയ്ത് വരുമ്പോൾ വളരെ നെഗറ്റീവായ ഒരാൾ, നിങ്ങളുടെ അവയർനെസ്സിൻ്റെ പവർ കൊണ്ട് ചിലപ്പോൾ ആ നെഗറ്റീവായ ആളെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചെന്നിരിക്കും. ചിലപ്പോൾ അയാളുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോകും നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ അവയർനെസ്സിൻ്റെ ഒരു പവറാണ്. അതാണ് നിങ്ങളുടെ ശുദ്ധബോധം അയാളുടെ മനസ്സിൻ്റെ ഓട്ടത്തിനെയും ആ ഒരു കലുഷിതത്തെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു പ്യുവർ സമാധാനമുള്ള അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ മനസ്സ് അത്രയും ഇലൂഷനിൽ കണക്റ്റഡ് ആയിരിക്കുകയും അത്രയും എന്താ പറയുക ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാന്തത കണ്ടെത്താൻ ഇത്തരം സാഹചര്യങ്ങൾ സാധിക്കില്ല. അതിങ്ങനെ ഇതിൽ നിന്ന് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അവയർനെസ് റൈസ് ആകുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പിന്നെ വരാതാവും.
കാരണം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അയാളുടെ മനസ്സ് അത്രയും ഡിസ്റ്റർബ്ഡ് ആവുകയാണ്, അയാളുടെ മനസ്സ് ഫൈറ്റ് ചെയ്യണം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. സോ ആൾ ചിലപ്പോൾ നിങ്ങൾ ഒഴിവാക്കി പോകുന്നിരിക്കുക, നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഇടപഴകാൻ തന്നെ വന്നില്ലാന്നിരിക്കാം, അതും സംഭവിക്കാം. അതുപോലെ തന്നെ അല്പമെങ്കിലും ഒരു ഓപ്പൺനെസ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈസ് ചെയ്ത അവയർനെസ്സിൻ്റെ ആ ഒരു ഊർജ്ജവും ആ ഒരു നന്മയൊക്കെ അവർക്കും കിട്ടും. നോക്കി, ഞാൻ മുൻപ് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ വീട്ടിലെ പ്രായമായ ഒരു അമ്മയെ നമുക്ക് ഒഴിവാക്കി കളയാൻ സാധിക്കില്ല. അവർ ചിലപ്പോൾ എപ്പോഴും കുറ്റം പറയുന്ന ഒരു സ്ത്രീ ആയിട്ടിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ മനസ്സൊക്കെ ബ്രെയിനൊക്കെ ഡീജനറേറ്റ് ചെയ്യുകയും പിന്നെ നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ വയസ്സായി മരണത്തോട് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങട് ഇളകി മറിയാൻ തുടങ്ങും. നമുക്ക് എല്ലാത്തിനോടും ദേഷ്യവും എല്ലാത്തിനോടും വാശിയും ഒക്കെ ആയിരിക്കും. കാരണം ആ മരണഭയം നമ്മുടെ ഉള്ളിൽ കൂടി വരണം ഓരോ ദിവസം കഴിയുന്നവരും. അത് മരണഭയമൊന്നും എനിക്കില്ലാന്ന് അവരെപ്പോഴും പറയുമായിരിക്കാം, പക്ഷെ ശരിക്കും മരണഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത്. അത് ചിലപ്പോൾ അവർ തന്നെ തിരിച്ചറിയണമെന്നില്ല. നമ്മൾ വളരെ അവയർനെസ്സോടുകൂടി വളരെ ബോധത്തോടു കൂടി അവരുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ല സമാധാനം ഉണ്ടാകും. ചിലപ്പോൾ അവരത് ഡിസ്റ്റർബും ചെയ്യും, എന്നാൽ നമ്മൾ കൂടുതൽ ടൈം അവരോട് സ്പെൻഡ് ചെയ്യുന്ന തോറും അവരുടെ മനസ്സ് ശാന്തമായിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഇടപഴകുമ്പോൾ എപ്പോഴും നല്ല അവയർനെസ്സോടുകൂടി ഇടപഴകണം, നല്ല കോൺഷ്യസ് ആയി ചെയ്യണം. അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവർ നിങ്ങളെ വഴക്ക് പറയുകയോ കുറ്റം പറയുകയോ കേൾക്കുമ്പോൾ, ഇതെല്ലാം നിങ്ങൾ അവയർനെസ്സോട് കൂടി ചെയ്യണം, കോൺഷ്യസ് ആയി ചെയ്യണം, വളരെ ബോധത്തോടു കൂടി ചെയ്യണം. അത് അവരിലൊരു മാറ്റം ഉണ്ടാക്കും. അവരുടെ മാറ്റം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ കോൺഷ്യസ് ആയ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളത് ബാധിക്കില്ല. മനസ്സിലായി? അതായത് നിങ്ങളുടെ ഒരു മാനേജർ നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വളരെ കോൺഷ്യസ് ആയി അയാൾ പറയുന്നത് ശ്രദ്ധിക്കുകയാണ്. അതിനെ ജഡ്ജ് ചെയ്യുന്നില്ല, വാലിഡേറ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വെറുതെ അതിൽ പ്യുവറായിട്ട് അവെയർ ആവുകയാണ്. നിങ്ങൾ ആ വാക്കുകളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി മനസ്സിൽ വേറെ കാര്യങ്ങൾ ചിന്തിക്കുകയോ, ഇങ്ങനെ എസ്കേപ്പിസം, നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയാണ്, അയാൾ പറയുന്നതെല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ചെവിയിൽ. അങ്ങനെ ഇരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് അയാൾ പറയുന്ന കേൾക്കുകയും അത് ഉൾക്കൊള്ളുന്നതോ മനസ്സിലാക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കേട്ടാൽ മതി. അയാൾ പറയുമ്പോൾ കേൾക്കുക. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് കേട്ടാൽ മതി. അല്ലാതെ അയാൾ പറയുന്നത് നല്ലതാണോ തെറ്റാണോ ചീത്തയാണോ, ഞാൻ ഇത് മനസ്സിലാക്കണോ, അങ്ങനെ ചെയ്യണോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ജസ്റ്റ് കേട്ടാൽ മതി. അതിനാണ് കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ വളരെ അവയർനെസ്സോടുകൂടി അല്ലെങ്കിൽ ബോധത്തോടു കൂടി ഇരിക്കുക എന്ന് പറയുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, അപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല, ഇവാലുവേഷനോ വാലിഡേഷനോ ഒന്നും നടക്കുന്നില്ല. അപ്പം വെറുതെ കേൾക്കുന്നതേ ഉള്ളൂ. ആ വെറുതെ കേൾക്കുന്ന സമയത്ത് ആ പ്രോസസ്സ് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ അയാൾ നിങ്ങളോട് എത്ര മോശം കാര്യങ്ങൾ പറഞ്ഞാലും അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല. നിങ്ങളുടെ ബ്രെയിനിൽ അത് ഫീഡാവില്ല, നിങ്ങളുടെ മെമ്മറിയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടില്ല. ഒരു പാത്രം കമഴ്ത്തി വെച്ചാൽ വെള്ളം ഒഴിക്കുന്ന പോലെ അതങ്ങ് ഒഴുകി അങ്ങ് പോകും. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കാര്യം കേൾക്കാൻ പറ്റില്ല, മനസ്സിലായില്ല, നിങ്ങളുടെ ബ്രെയിൻ ബ്ലാങ്ക് ആയി പോയി, നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്. അല്ലേ, നിങ്ങളുടെ കോമൺ സെൻസ് എന്നൊരു സാധനം എല്ലാവർക്കും ഉണ്ട്, അത് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബോസ് നിങ്ങളോട് വഴക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സ് വേറെ എവിടെയോ എത്തിച്ച് പറയുന്ന ഒരു കാര്യം പോലും കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ തെറിയിൽ നിന്ന് എസ്കേപ്പായി. പക്ഷേ ബോസ് ആ തെറി വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു ജോലിയും കൂടെ നിങ്ങളെ ഏൽപ്പിച്ചാണ്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല. പിന്നീട് ആ ജോലി ചെയ്യാത്തതിന് വീണ്ടും തെറി കേൾക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിക്കണം. ഇത് എവിടെയാണ് പ്രാവർത്തികമാക്കേണ്ടത്, ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന്. ഇത് പൂർണ്ണമായ ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റുന്ന കാര്യമില്ല, നിങ്ങൾ സ്വയം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓക്കെ, ഞാൻ കോൺഷ്യസ് ആയി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര ആളുകളുമായി ഡെയിലി ഡീൽ ചെയ്യാം എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എഫേർട്ടോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളൊരു ബോസ് ഡെയിലി നമ്മളെ തെറി വിളിക്കുകയാണ്, നമ്മൾ കോൺഷ്യസ് ആയിരിക്കുകയാണ്, നമ്മൾ അവയർനെസ്സോട് കൂടി ഇരിക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ അത് നമ്മളെ ബാധിക്കില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾ ആ ഒരു അവയർനെസ് ചിലപ്പോൾ അയാളുടെ സ്വഭാവം മാറ്റിയെന്നിരിക്കാം. ഇനി മാറ്റിയില്ലെന്ന് വിചാരിക്കുക, മാറ്റുന്നില്ല, അയാളെന്ന് നിങ്ങളെ തെറി വിളിക്കുകയാണ്, നിങ്ങളുടെ അവയർനെസ്സോട് കൂടി ഇരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ തെറി കേൾക്കേണ്ടി വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പം നമ്മുടെ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ ജീവിക്കുകയാണ്, നമുക്ക് തലച്ചോറുണ്ട്, നമുക്ക് വിവരം, ഇൻ്റലിജൻസ്, ബോധം എന്ന് പറയുന്ന ആത്മീയതയുടെ ലെവലല്ല പറയുന്നത്, സാധാരണ ലെവലിലുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അത് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കർമ്മം ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും നമ്മളെ ഡെയിലി നമ്മൾ എന്ത് വർക്ക് നല്ല രീതിയിൽ ചെയ്താൽ പോലും നമ്മളെ തെറി പറയുന്ന ഒരു ബോസിന് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആ ജോലി ഒഴിവാക്കി നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് മാറേണ്ട ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ല, നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടടുത്ത് കോമൺ സെൻസ് ഉപയോഗിക്കണം, അവയർനെസ് ഉപയോഗിക്കേണ്ടത് അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാൽ പോലും എപ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കോമൺ സെൻസ് തന്നെ ഉപയോഗിക്കുക. അല്ലാതെ ലൈക്ക് നിങ്ങളൊരു കാമുകൻ, നിങ്ങളുടെ ഭർത്താവ്
അയാൾ നിങ്ങളെ പൂർണ്ണമായും ഭയങ്കരമായും ടോർച്ചർ ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു സമാധാനം തരുന്നില്ല. അപ്പം നാളെ മുതൽ ഞാൻ അവയർനെസ്സോട് കൂടി ഇരുന്ന് പുള്ളിയെ അങ്ങ് മാറ്റിക്കളയാം, അല്ലെങ്കിൽ അവയർനെസ്സോട് കൂടി ഇരിക്കുമ്പോൾ പുള്ളി പറയുന്നതൊന്നും എനിക്ക് ബാധിക്കില്ല, എന്നിട്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ സഹിച്ചുകൊണ്ടിരിക്കാം എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കാമുകനോ കാമുകിയോ ഭർത്താവോ ഭാര്യയോ അങ്ങനെയുള്ള ആളുകൾ ആരായാലും നിങ്ങളവരെ ടോർച്ചർ ചെയ്ത് നിങ്ങളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടേണ്ടതാണ്. ആ ഒഴിവാക്കി വിടലാണ് അപ്പം നിങ്ങൾ അവയർനെസ്സോടു കൂടി, ബോധത്തോടു കൂടി, കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എവിടെ എങ്ങനെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ ഉപയോഗിക്കുകയും വേണം. നമ്മൾ ജീവിതത്തിൻ്റെ ആ ഒരു ഒഴുക്ക് പൂർണ്ണമായും ഈ പറയുന്ന ബോധത്തിനെ ഏൽപ്പിക്കുന്ന ഒരു സമയത്ത്, കോൺഷ്യസ് ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരു സമയത്ത് പിന്നെ നമുക്ക് ചിന്തയുടെ ആവശ്യം വരില്ല. അതിനർത്ഥം ഇപ്പോഴുള്ള ചിന്തയെ പൂർണ്ണമായി സപ്രസ് ചെയ്യണമെന്നല്ല. ചില ചിന്തകൾ നമുക്ക് മൈൻഡ് ചെയ്യാൻ അങ്ങ് വിടാം. നമുക്ക് ഡോണ്ട് മൈൻഡ് യുവർ തോട്ട്സ് എന്ന് പറയും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ചിന്ത ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിന് ഇത് ചിന്തയാണ് അതുകൊണ്ട് അങ്ങ് സപ്രസ് ചെയ്ത് കളയാം എന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ആ ഒഴുക്കിന് തടസ്സം ഉണ്ടാവാൻ പാടില്ല. ആ ഒഴുക്ക് ഒരു പ്രക്ഷോഭമാവാൻ പാടില്ല. ആ ഒരു ഒഴുക്ക് ഒരു വെള്ളപ്പൊക്കം ആവാൻ പാടില്ല. അതൊരു ശാന്തമായ ഒഴുക്ക് തന്നെ ആയിരിക്കണം. ആ ഒഴുക്കിൽ വീടുകളും നഗരങ്ങളും മരങ്ങളും എല്ലാം ഒഴുകിപ്പോവല്ല വേണ്ടത്. പകരം അത് ശാന്തമായി ഒഴുകുകയും അതുകൊണ്ട് നമ്മുടെ ചുറ്റിനും മരങ്ങളും ചെടികളും ഒക്കെ വളരുകയും ആ വെള്ളം എടുത്ത ആളുകൾ കൃഷി ചെയ്ത് നല്ല നഗരങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ മനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതം കൊണ്ട് സംഭവിക്കേണ്ടത്. നമുക്ക് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത് കൊണ്ട് എനിക്കൊരു സന്തോഷം കിട്ടും. അപ്പം ഞാനത് അവയർനെസ്സോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളിത് ഒരു ബോധത്തോടു കൂടി കോൺഷ്യസ് ആണ് ഈ വീഡിയോ കാണുക അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കും അതുണ്ടാവും. സോ എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ള ഒരു ലോകം, അതല്ലേ നമ്മുടെ ലക്ഷ്യം. ഇനി അതൊന്നും അല്ലെങ്കിലും അവനവൻ്റെ സന്തോഷവും സമാധാനവും കണ്ടെത്തിയാലേ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഈ ഭൂമിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ കാര്യം അതാണ്. താങ്ക് യു.